ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന തൃശ്ശൂരിലെ പുലിക്കളി ഇന്ന് നടക്കും. ഇന്ന് വൈകുന്നേരം പുലി ഇറങ്ങും നഗരത്തിൽ പൂർണ്ണമായും. ചായം പൂശലൊക്കെ കഴിഞ്ഞു, ആരംഭിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ കളക്ടർ ഇപ്പോൾ 24/4 തത്സമയം ചേരുകയാണ്. പുലിമടയിൽ നിന്ന് പുലികൾ ഇറങ്ങാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ പുലികളെയൊക്കെ കണ്ട് നേരിട്ട് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. ഒന്ന് പുലിത്താളം വെക്കാൻ തോന്നുന്നുണ്ടോ കളക്ടർക്ക്? അതെ, രാവിലെ തൊട്ട് ഈ ആവേശം നമ്മൾ കുറേ ദിവസമായിട്ട് വിചാരിച്ചിരുന്ന ദിവസമല്ലേ ഇന്ന് വന്നത്. എല്ലായിടത്തും ആ ഒരു ആവേശമാണ്, എല്ലാ പുലിമടകളിലും അപ്പോൾ അത് തുടങ്ങുന്നതിൻ്റെ ഒരു ആവേശമാണ്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവശ്യം തോന്നുന്നുണ്ട്. നേരത്തെ പുലിക്കളി കണ്ടിട്ടുണ്ടോ? നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. തൃശ്ശൂരിൽ ഇവിടെ നേരിട്ട് ഈ പുലിക്കളി കാണുന്നത് ആദ്യമായിട്ടാണ്. അല്ലാതെ പല ചെറുതായിട്ടും അല്ലാതെ ടി വിയിൽ എങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എല്ലാ മടകളും സന്ദർശിക്കുന്നുണ്ടോ? എല്ലാ മടകളും ഒന്ന് സന്ദർശിച്ചിട്ട് അവർക്കൊരു പ്രോത്സാഹനം നൽകാനും, കാരണം ഒരുപാട് ദിവസത്തെ അധ്വാനവും ഒരുപാട് പേരുടെ പ്രയത്നമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതെ. എന്താണ് മനുഷ്യർക്ക് ഈ എന്താ പറയുക, വയറൻ പുലികളെയൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നിയത്? നല്ലതാണ്. കുട്ടി ചെറിയ പുലികൾ തൊട്ട് എല്ലാവരും ഇവരൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളുണ്ട്, വലിയ ആൾക്കാരുണ്ട്, പല ഏജിലുള്ളവരുണ്ട്. കാണുമ്പോൾ നമുക്കൊരു രസമാണ്. നമുക്ക് വൈകുന്നേരം അവിടെ സജീവമായിട്ടുണ്ടോ? അതെ, നമുക്ക് അവരുടെ കൂടെ കൂടാൻ വേണ്ടി തോന്നും. ഒരു താളം വെക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ല. ഒന്ന് ആർപ്പ വിളിച്ചാൽ കളക്ടറുകളെ കൂടെ ആദ്യഘട്ടത്തിലെ നമ്മൾ ഒരുപക്ഷെ പുലിക്കളി മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് വലിയ വിഷമായിരുന്നു. കാരണം അവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഈ പുലിക്കളി പൂരം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് മാറി കിട്ടിയപ്പോൾ വലിയ സന്തോഷമാണ് അവർക്ക്. അതെ, പുലിക്കളിയും പൂരവും തൃശ്ശൂരിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് മാറ്റി വയ്ക്കാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ നമ്മളും അതിന് സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം വയനാട് ദുരന്തം ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതിൽ തൃശ്ശൂരുകാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ CMDRF ത്രൂ മറ്റ് കാര്യങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇതൊരു സഹായിക്കും. സന്തോഷത്തിലോട്ട് എത്താനും ജീവിതത്തിലോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഇതെന്തായാലും സഹായിക്കും. താങ്ക് യു കളക്ടർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ പുലിമടകളിലായി ഇങ്ങനെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അദ്ദേഹത്തിനും ഒരു പുതിയ അനുഭവമാണിത്. എന്തായാലും ആളുകൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മെയ്യെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.